ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡാറ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പൊ ഇന്നത്തെ റീഡിംഗ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. കറണ്ട് ഫീലിങ്സ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം അവരെന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പൊ ഈ ഒരു ബന്ധത്തിൽ അവര് എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാലോ. നോക്കാം. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. മാകാളി ഡിവൈൻ ഫെമിനൈൻ വന്നിട്ടുണ്ട്. അസ്ട്രോളജിക്കൽ ട്രാൻസിറ്റ് വന്നിട്ടുണ്ട്. മഹാദേവ് ദ ഡിവൈൻ ഫെമിനൈൻ, അത് ഏഞ്ചൽ നമ്പർ 1221. പിന്നെ ഡിവൈൻ മാരേജും വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരാളിൻ്റെ ഫീലിങ്സ് അതിൽ ആദ്യമായിട്ട് കാണുന്നത് ഈ മുൻകാലത്തിലുള്ള ആ തടസ്സങ്ങൾ തകർക്കാൻ ഉള്ള ആഗ്രഹമുണ്ട് ഇവർക്ക് എന്നാണ്. ഒരുപാട് തടസ്സങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം. ഇതെല്ലാം മാറ്റണമെന്നാണ് അവരിപ്പോൾ വിചാരിക്കുന്നത്. അതായത് ഭയങ്ങളാകാം, നിങ്ങൾ തമ്മിലുള്ള ഒരു അകലമാകാം, തെറ്റിദ്ധാരണകളാകാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളാകാം, അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ സൃഷ്ടിച്ചൊരു മതിലാകാം. അപ്പോൾ ഇതൊക്കെ മാറ്റണം എന്ന് ഈ ആള് ഇപ്പൊ വിചാരിക്കുന്നുണ്ട്. അതായത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അവരത് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ സോൾ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി പഴയ രീതിയിൽ പോയിട്ട് കാര്യമില്ല, പുതിയ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ അവർക്കൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചു എന്നാണ് കേട്ടോ പറയാൻ പറ്റണത്. അവർക്ക് ഈ ഒരു അടച്ചു കെട്ടിയ അവരിതിൽ നിന്ന് അവർക്ക് പുറത്ത് വരണം എന്നൊരു ശരിക്കും ആലോചിക്കുന്നുണ്ട്. ഇതൊരു ഡീപ്പായിട്ടുള്ള ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കണക്ഷൻ ആണെന്നൊരു തോന്നൽ അവർക്കുണ്ട്. അപ്പൊ ഈ കാർഡ്സ് ഇങ്ങനെ എടുത്തപ്പോൾ തന്നെ അവർക്ക് അവരുടെ ഈ പുറത്തുള്ള ഒരു ചിന്തകളല്ല, ആഴത്തിലുള്ള അവരുടെ ഉള്ളിൽ നിന്നുള്ള ചിന്തകൾ ആണ് ഈ ഒരു സമയം നമുക്ക് കിട്ടിയിട്ടുള്ളത്. മാ കാളിത ഡിവൈൻ ഫെമിനൈൻ ആണ് വന്നിട്ടുള്ളത്. ഇത് ഇത് നിങ്ങളുമായിട്ടൊരു ബന്ധം ശരിക്കും ഒരു സാധാരണ ബന്ധമായിട്ടല്ല അവർ കാണുന്നത്. ഒരു നിങ്ങളിൽ ഒരു വളരെ ശക്തിയും ശരിക്കും ഒരു ശക്തിയുണ്ട്, മറ്റുള്ളവരെ മാറ്റാൻ പറ്റുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കഴിവോ ശക്തിയോ ഒക്കെ നിങ്ങൾക്കുണ്ട് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഇതില് നിങ്ങളൊരു ഫെമിനൈൻ പവർ ആ ഒരു ഇതില് ശരിക്കും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ്. ഒരു ഹീലിംഗ് പവർ ഉള്ള ഒരാളാണ്. ഇതൊരു സാധാരണ ബന്ധമല്ല എന്നൊക്കെയാണ് അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതില് ഈ ഒരു സമയം ആ ഹീലിംഗ് നടക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അവരുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ചിലപ്പോൾ പാസ്റ്റ് ലൈഫിലെ ട്രോമയാകാം, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമയാകാം, ഇതൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരാളാണ് നിങ്ങളെന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ അസ്ട്രോളജിക്കൽ ട്രാൻസിറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇതില് ചില ഗ്രഹങ്ങളുടെ മാറ്റം ഉണ്ടല്ലോ, അത് സ്വാധീനിച്ചു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവരിപ്പോൾ മനസ്സിലാക്കുന്നത് സമയത്തിന്റെ പ്രശ്നം കൊണ്ടും ഒക്കെ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ വന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ പാസ്റ്റില് ഇപ്പോൾ ശനിദശയോ ഏഴശനിയോ അഷ്ടമശനിയോ ഒക്കെ ആയിരുന്ന സമയത്തോ, അല്ലെങ്കിൽ സമയം മോശമായിരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ അവരും തമ്മിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. സമയം രണ്ടുപേർക്കും അനുകൂലമായ സമയമായിരുന്നില്ല എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡിവൈൻ ടൈമിങ് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നു ഈ ഒരു സമയം. ഈ പൂർണ്ണമായും പ്രതീക്ഷ വിടാതിരിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളും അവരും വിട്ടിട്ട് പോകേണ്ട ആൾക്കാരല്ല. അത് ചില സമയങ്ങളിൽ ഇപ്പൊ നമുക്കൊരു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേദനിക്കാൻ വേണ്ടിയിട്ട് ചില പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളതല്ലാതെ ഇത് പൂർണ്ണമായും വിട്ടു പോകേണ്ട ഒരു കാര്യമേ അല്ല എന്നവര് ഈ ഒരു സമയം ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. ഈ ഇപ്പം സമയം ചിലപ്പം നന്നായിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവർക്ക് ഈ തിരിച്ചറിവ് വന്നത്. ഇപ്പോൾ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അവരിപ്പം മനസ്സിലാക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ. പിന്നെ മഹാദേവ് ദ ഡിവൈൻ മസ്കുലൈൻ ആണ് വന്നിട്ടുള്ളത്.
അപ്പോൾ ഇതില് ഇവര് ചിലപ്പം പൂർണ്ണമായിട്ടും അവരുടെ ഇമോഷൻ ഒന്നും പുറത്ത് കാണിക്കാത്ത ഒരാളായിരിക്കും. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് ഉള്ളിന്റെ ഉള്ളില് വളരെ ഡീപ്പില് ഇവര് റിലേഷൻഷിപ്പിനെ കാണുന്നു എന്നാണ്. പുറത്ത് ചിലപ്പം വളരെ ഗൗരവമുള്ള ആൾക്കാരാണെങ്കിൽ പുറത്ത് അവരതൊന്നും കാണൂല. പക്ഷെ ഡീപ്പിൽ പോകുമ്പം ഇവർക്ക് നിങ്ങളെ വിട്ടുകളയാനോ നിങ്ങളെ മറക്കാനോ നിങ്ങളെ ഒഴിവാക്കാനോ ഒന്നും തന്നെ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഉള്ളിന്റെ ഉള്ളില് നിങ്ങൾ ശരിക്കും പ്രഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാളാണ് നിങ്ങളെന്നാണ് അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നത്. അപ്പം ഇതില് ശരിയായ ഒരു സമയം വരുമ്പോൾ അത് ഒരു വ്യക്തമായ തീരുമാനം, അതായത് ശരിയായ ഒരു തീരുമാനം വരുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ വളരെ പക്വതയോടെ ഈ ഒരു സമയം അവര് ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നേരത്തെ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവരെടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അവർ വളരെ കാമായിട്ടിരുന്ന് ആലോചിക്കുന്നു എന്നുള്ളതാണ്. ഇത് എത്രമാത്രം ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പാണ്, എന്തുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടും ഒരുപാട് ആൾക്കാർ ഇതിനിടയിൽ വന്നിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വന്നിട്ട് ഇത് വിട്ടുപോകാതെ വീണ്ടും ഇത് അവരുടെ മനസ്സിലേക്ക് വരുന്നു. നിങ്ങൾ വീണ്ടും വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കാൻ പറ്റാത്തത് അത്രമാത്രം ഒരു ഡിവൈൻ സപ്പോർട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണെന്നാണ് ഇവർ ഈ ഒരു സമയം അത് മനസ്സിലാക്കുന്നത്. ഏഞ്ചൽ നമ്പർ 1221 ആണ് ഇത്. രണ്ട് വ്യക്തികൾ ഒരേ സമയം ഒരേ ഇന്റൻഷനോടുകൂടി അടുത്ത് വരുന്നൊരു ഇതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. ഇപ്പോ ഇതില് ബാലൻസ് ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. ഇരുവരും വളർച്ചയിലൂടെയാണ് ഒന്നിക്കേണ്ടത്. ഇത് ഈ ഒരാൾ ഒരിക്കലും ഈ ഒരു ബന്ധം പൂർണ്ണമായും സ്റ്റോപ്പായി എന്ന് ചിന്തിക്കുന്നേ ഇല്ല. അത് അവരവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അത് എന്താണ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഇത് വീണ്ടും ഒന്നേന്ന് വീണ്ടും വളരുന്നു എന്നാണ് അവര് മനസ്സിലാക്കുന്നത്. ഇതൊരു ഡീപ്പായിട്ടുള്ളൊരു സ്പിരിച്വൽ ആയിട്ടുള്ള റീഡിങ് ആണ് കേട്ടോ. അപ്പൊ ഈ കാർഡ്സ് എടുത്തപ്പോ ഇത് ഇങ്ങനെയാണ് വന്നത്. പിന്നെ ഇതില് ബോട്ടം വന്നിട്ടുള്ളത് ഡിവൈൻ മാരേജ് ആണ്. അപ്പോൾ ഇത് ദീർഘകാലമായിട്ട് സാധ്യതയുള്ളൊരു കാര്യം, ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇതില് ചിലപ്പം ഇതില് കുറെ ആൾക്കാർക്ക് അതൊരു വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ബാക്കി അധികം ആൾക്കാർക്കും വിവാഹം എന്നുള്ള കാര്യമല്ല, പക്ഷെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ്. വിവാഹമല്ലല്ലോ ജീവിതത്തിന്റെ ഒരു ഏറ്റവും അവസാനം എന്ന് പറയുന്നത്. മറിച്ച് നല്ല ബോണ്ടുള്ള, പരസ്പരം മനസ്സിലാക്കി ഒരു ദീർഘകാലം നിലനിൽക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവരിപ്പോ ചിന്തിക്കുന്നത്. ഇതില് ഒരു ഓവറാള് എനർജി വന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മാറ്റണം എന്നവർക്ക് പൂർണ്ണമായിട്ടും ആഗ്രഹമുണ്ട്. ഇത് ഒരു യൂഷ്വൽ റിലേഷൻഷിപ്പ് അല്ല എന്ന ഒരു ഉൾവിളി അവർക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ടാകട്ടെ, ആ സമയത്ത് ദൈവികമായ ഒരു സമയം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് എല്ലാം നല്ലതായിട്ട് നടക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. പിന്നെ ഫ്യൂച്ചറിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് ഇത് മുന്നോട്ട് പോകുമെന്ന് അവർ ചിന്തിക്കുന്നു. അപ്പോൾ ഇത് ഒരു കറണ്ട് ഫീലിങ്സ് എന്നതിലുപരി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ റീഡിങ്ങിൽ വന്നത് കേട്ടോ. അത് ഡീപ്പായിട്ടൊരു സ്പിരിച്വൽ മെസ്സേജ് ആണ് ഇതിനകത്ത് കിട്ടിയത്. കറണ്ട് ഫീലിങ്സ് അല്ല. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ ഡീപ്പായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ്. അപ്പോൾ അവരൊരിക്കലും ഇത് മറന്നു പോയിട്ടില്ല. അത് പണ്ട് എങ്ങനെയായിരുന്നോ അതുപോലെ അത്രയും ഡീപ്പായിട്ട് അവരുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളുണ്ട്, ഈ ബന്ധം ഉണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ദൈവം നടത്തി തരട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.